ഒക്കെ ഈ ടൗണിലുണ്ടായിരുന്ന ജീപ്പാണ്. താഴെ കണ്ട വാഹനങ്ങളൊക്കെ മുകളിൽ നിന്ന് ഒലിച്ചു വന്ന വാഹനങ്ങളാണ്. മാർഷൽ, നമ്മളിപ്പോൾ വന്ന് ആദ്യം കാണുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ പുഴയുടെ ഒരു അവസ്ഥ എന്താണ് തോന്നുന്നത്? കാരണം ഇത് ഒരു പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പാലം നിർമ്മിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ഒരു ടൗണാണ്. ആ ടൗണിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ടൗണുകളുടെ ഷട്ടറുകളെല്ലാം പൊട്ടി, കടകളെല്ലാം പല വഴിക്ക് നിൽക്കുകയാണ്. ഈ ജീപ്പ്, സ്റ്റാൻഡിലോടുന്ന ഒരു ജീപ്പ് അതിവിടെ എത്തിയിരിക്കുന്നു. അതിഭീകരമായ ദൃശ്യങ്ങളാണ്. കാരണം നേരത്തെ ബന്ധുക്കളെ തേടി വന്നിട്ടുള്ളവർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഓർക്കേണ്ടത്. അതായത് നിരവധി ബോഡികൾ കിട്ടാനുണ്ട്. ആ മൃതദേഹങ്ങളൊക്കെ എവിടെയാണ് എന്നറിയില്ല. അതെല്ലാം ഇതിനടിയിലെല്ലാം പ്രിയപ്പെട്ടവർ, ഉറ്റവരുണ്ടാകും എന്നുള്ള ഒരു വേദനയോടുകൂടിയാണ് അവർ നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ അവരെ തേടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും അപകടകരമെന്ന് പറയട്ടെ, ഇപ്പോഴും മഴ ഏകദേശം 1 മണിക്കൂറായിട്ട് നിർത്താതെ ചൂടുമഴ നടക്കുകയാണ്. ആ മഴ കഴിയാതെ, മഴയുടെ ദുഷ്കരമായ ഒരു അവസ്ഥയുണ്ട്. അതുകൂടെയാണ് നേരത്തെ കണ്ട സ്ഥലമുണ്ടല്ലോ, പുഴയുടെ സ്ഥലം, ആ സ്ഥലവും കൂടെ ഒന്ന് കണ്ടുവരാം. അവിടെയൊക്കെ ഭീകരമായ അവസ്ഥയാണ്. കാരണം എത്രത്തോളം മുകളിൽ നിന്ന് ചെളിയും മണ്ണുമാണ് വന്നത്. ഇപ്പോഴും ഈ ചെറിയ അരുവികൾ പോലും കുത്തി ഒലിച്ചാണ് വരുന്നത്. അതൊക്കെ കലങ്ങി മറിഞ്ഞ് ഒരു അപകടാവസ്ഥ ഇവിടെ ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം ഇരുണ്ടു മൂടിയ അന്തരീക്ഷമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ദുഷ്കരമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ അവിടെ ഞങ്ങൾ നേരത്തെ പോയൊരു സ്ഥലമുണ്ട്. അവിടെ വീട് മുഴുവൻ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവിടെ അവർ കുഴിച്ചു നോക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് പോകാം. അവിടെ കുറെ ആളുകൾ നിസ്സഹായരായി നിൽക്കുകയാണ്. ഇതിന് എവിടെ തുടങ്ങണം, എവിടെയാണ് ഈ ചെളിയിൽ ഇത്രയധികം മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ തേടേണ്ടത് എന്നറിയാതെ വിമിഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ മഴ പോലെ തന്നെ തോരാതെ പെയ്യുകയാണ് അവരുടെ കണ്ണുകളും. എല്ലാവരും വിഷമത്തിലാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ തിരക്കി, അവരുടെ സുഹൃത്തുക്കളെ തിരക്കി, ബന്ധുക്കളെ തിരക്കി, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഞങ്ങള് ഈ ചൂരൽമലയിലേക്ക് വരുമ്പോൾ മാർഷൽ, നമ്മൾ വരുന്ന ജീപ്പ്, ആ ജീപ്പിലുണ്ടായിരുന്നത് ഒരു കുടുംബമാണ്, കണ്ണനും കുടുംബവും. അവര് പറയുന്ന അവര് വരുമ്പം അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചൂരൽമലയിൽ അപകടമുണ്ടായ അവരുടെ നഷ്ടപ്പെട്ടു പോയ ഉറ്റവരെ കുറിച്ചാണ്. അവര് ഈ ഉരുൾപൊട്ടലുണ്ടായ ഉടൻ തന്നെ മാറിപ്പോയവരാണ്. ഇപ്പോൾ അവർ തിരിച്ചു വരുന്നത് അവരുടെ ഉറ്റവരെ തേടിയാണ്. അവരുടെ വീടുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനാണ്. അതെ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തേടിയാണ് വന്നിട്ടുള്ളത്. അനന്ത, ഇതിലെ അത് നോക്കൂ, ഒരു ഹിറ്റാച്ചി ഇവിടെ രക്ഷാപ്രവർത്തനം എത്തിയതാണ്. പക്ഷെ അത് ചെളിയിൽ താണതുകൊണ്ട് പിന്നീട് അവിടെ ആ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം ആ ചെറിയ ഹിറ്റാച്ചി കൊണ്ട് ഇതിന് അടിയിൽ തപ്പുവാൻ വേണ്ടി സാധിക്കില്ല. വലിയ ക്രെയിൻ കൊണ്ടുവന്ന് തന്നെ ഇതിനകത്ത് തപ്പേണ്ടി വരും. കാരണം ഇരുനില വീടുകളുടെ ഒപ്പം മണ്ണ് കയറി നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഇതിനടിയിൽ ഉറ്റവരുണ്ടാകും, പ്രിയപ്പെട്ടവരുണ്ട് എന്നാണ് നേരത്തെ നമ്മോട് സംസാരിച്ചവർ പറഞ്ഞു. അവര് കൊടുവള്ളിയിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്നപ്പോൾ അതിൽപ്പെട്ട് ഒരുപാട് പേർ ഇവിടേക്ക് വന്നിട്ടുണ്ടാകാം. നമുക്ക് അവിടുത്തെ തെരച്ചിലിന്റെ ദൃശ്യങ്ങളും കൂടെ കാണാം. അവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ എത്തി അവരവിടെ അകത്തുനിന്ന് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയുള്ള കുഴികളൊക്കെ നിർമ്മിക്കുകയാണ്. ഈ ചെറിയ അരുവി പോലും കുത്തിയൊലിച്ചാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ വന്ന് നോക്കുമ്പോഴേ ഈ പുഴ തെളിഞ്ഞൊഴുകുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വീടിന്റെ മുകളിൽ കയറിയാൽ കുറച്ചുകൂടി വിശദമായി കാണിക്കാൻ പറ്റും ഇപ്പോഴത്തെ ആ പുഴയുടെ അവസ്ഥ. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ തെളിഞ്ഞ പുഴയായിരുന്നു. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തകർക്ക്. കാരണം രക്ഷാപ്രവർത്തനം നടത്താൻ എളുപ്പമാകുമല്ലോ എന്ന്. പെട്ടെന്നാണ് മാനം കറുത്തത്, ഇരുണ്ടത്, പെട്ടെന്ന് മഴ തുടങ്ങി. ഇവിടെ നിന്നാൽ ഒരുവിധം ഈ സ്ഥലത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് കുറച്ചെങ്കിലും മനസ്സിലാവും. കാരണം ഇവിടെയുള്ള ദൃശ്യങ്ങൾ അതേ ഭീകരതയോടെ എത്തിക്കാൻ നമ്മുടെ ക്യാമറകൾക്കും പറ്റില്ല. അത്രയും ഭീകരമാണ് ഒരു യുദ്ധം കഴിഞ്ഞ അവസ്ഥ, അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു, ഷാജു, ഇതിൻ്റെ ആ പ്രദേശത്തേക്കൊന്ന് ക്യാമറ തിരിക്കും. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. കാരണം ഇത് ഒരു ചെറിയ പുഴയായിരുന്നുവെങ്കിൽ അതിന്ന് രണ്ടായിട്ട് തിരിഞ്ഞ് നടുക്ക് ഒരു ദ്വീപ് പോലെ അവശേഷിപ്പിച്ചുകൊണ്ട് ഒഴുകുകയാണ്. അതിനു ചുറ്റും ഒരു സൈഡിൽ 20ഓളം വീടുകൾ, മറു സൈഡിൽ ഏകദേശം 10ഓളം വീടുകളുണ്ട്. എന്ന് മാത്രമല്ല ചെറിയ ടൗൺഷിപ്പാണ്. ആ കടകൾ എല്ലാമാണ് അപ്പുറത്തുള്ളത്. ഒരു വീട്, ആ വീടിൻ്റെ മുകളിൽ, ടെറസിന് മുകളിൽ മണ്ണ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അത്രമാത്രം ഭീതിതമായ രീതിയിലായിരുന്നു ഇവിടെ ആദ്യത്തെ ഉരുൾപൊട്ടിയത്. എന്താ, നമുക്ക് അവിടേക്ക് ഇറങ്ങി പരിശോധിക്കാൻ പറ്റില്ല. കാരണം കിണറുകളുണ്ട്. ഇത് ചതുപ്പ് പോലെ നിൽക്കുകയാണ് ഇവിടെ. ആ സ്ഥലത്തെ ഭീകരത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.